ടാലന്റ് ഓൺലൈൻ കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ 3-4 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള PSCയുടെ സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഇതിലേക്ക് വേണ്ട സ്പെഷ്യൽ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു CPO റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 1650 രൂപയാണ്. നിങ്ങൾക്കിപ്പോൾ 1500 രൂപയ്ക്ക് ഇപ്പോൾ ഓഫർ ഉണ്ട്. അപ്പോൾ ഈ ഒരു 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള CPO റാങ്ക് ഫയൽ ടാലന്റിന്റെ CPO റാങ്ക് ഫയൽ ഉടൻ തന്നെ സ്വന്തമാക്കൂ. ഉടൻ തന്നെ വരുന്ന അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ബുക്ക് സ്വന്തമാക്കൂ. അടുത്ത തന്നെ വരാൻ പോകുന്ന കേരള PSCയുടെ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് LDC CPO WCPO 10th plus 2 ഡിഗ്രി ലെവൽ ബാച്ചുകൾ, അതേപോലെ ഫയർമാൻ ഫയർവുമൻ BFO കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക. ഇന്ന് ആദ്യം നമ്മൾ കുറച്ച് അപ്പോയിന്റ്മെന്റുകളാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് നോക്കാം. 2025 ഒക്ടോബറിൽ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേൽക്കുന്നത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ശിരീഷ് ചന്ദ്ര മുർമു ആണ്. ആരാണ്? ശിരീഷ് ചന്ദ്ര മുർമു ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. എന്താണ്? RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ടാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. എപ്പോഴാണ് ചുമതലയേൽക്കുന്നത്? 2025 ഒക്ടോബറിലാണ്. 2025 ഒക്ടോബർ 9-നാണ് അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് ചുമതലയേൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടുള്ള M രാജേശ്വര റാവു. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി 2025 ഒക്ടോബർ 8-ാം തീയതി അവസാനിക്കും. അപ്പോൾ അതിനെ തുടർന്നാണ് ആരാണ്? ശിരീഷ് ചന്ദ്ര മുർമു ഈ ഒരു സ്ഥാനത്തേക്ക് എന്താണ് നമ്മുടെ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് ചുമതലയേൽക്കുന്നത്. അപ്പോൾ നിലവിൽ എന്താണ് 4 ഡെപ്യൂട്ടി ഗവർണർമാരാണ് RBIക്കുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ കാലാവധി അവസാനിച്ച് പോകുന്ന ഈ ഒഴിവിലേക്കാണ് എന്താണ് ശിരീഷ് ചന്ദ്ര മുർമു അപ്പോയിന്റ്മെന്റ് ആകുന്നത്. 3 വർഷത്തേക്കാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. ആരെയാണ്? ശിരീഷ് ചന്ദ്ര മുർമുവിനെ 3 വർഷത്തേക്കാണ് നിയമിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, ചിലപ്പോൾ 3 വർഷം കാലാവധിയിൽ അവസാനിച്ചേക്കാം. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും പോയിന്റ് ഓർത്തു വെക്കുക, 2025 ഒക്ടോബറിൽ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് ചുമതലയേൽക്കുന്നത് ആരാണ്? ശിരീഷ് ചന്ദ്ര മുർമു ആണ്. ഇനി RBIയുടെ പൂർണ്ണ രൂപം നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. RBI രൂപം കൊണ്ടത് 1935-ലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എവിടെയാണ് ആസ്ഥാനം? മുംബൈ ആണ്. എന്താണ് RBIയുടെ ആസ്ഥാനം? ആദ്യത്തെ ആസ്ഥാനം എന്താണ്? ഈ RBI നിലവിൽ വരുമ്പോഴുള്ള ആസ്ഥാനം എവിടെയായിരുന്നു? അത് കൊൽക്കത്തയാണ്. പിന്നീടാണ് എന്താണ് മുംബൈയിലേക്ക് ഈ ഒരു ആസ്ഥാനം മാറ്റപ്പെട്ടത്. അപ്പോൾ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് 2025 ഒക്ടോബറിൽ ചുമതലയേൽക്കുന്നത് ആരാണ്? ശിരീഷ് ചന്ദ്ര മുർമു ആണ്. അടുത്ത അപ്പോയിന്റ്മെന്റ് നമ്മൾ നോക്കുന്നത് ഇതാണ്. 2025 IPC പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ആൻഡ്രൂ പാഴ്സൺസ് ആണ്. ആരാണ്? ആൻഡ്രൂ പാഴ്സൺസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ്? IPCയുടെ ആണ് ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി. ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ മൂന്നാം തവണയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് IPCയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരാണെന്ന് ഓർത്തു വെക്കുക, ആൻഡ്രൂ പാഴ്സൺസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് 2025 വീണ്ടും IPCയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. IPCയുടെ പൂർണ്ണ രൂപം ഓർത്തു വെക്കുക, എന്താണ്? ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി എന്നാണ്. അടുത്ത നമ്മൾ നോക്കുന്ന അപ്പോയിന്റ്മെന്റ് ഇതാണ്. 2025 ഒക്ടോബറിൽ വാണിജ്യ വകുപ്പ് സെക്രട്ടറിയായി നിയമിതനായത് ആരെന്നാണ്. ഓർത്തു വെക്കാം, രാജേഷ് അഗ്രവാൾ ആണ്. ആരാണ്? രാജേഷ് അഗ്രവാൾ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. എന്താണ്? വാണിജ്യ വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്. 2025 ഒക്ടോബറിലാണ് ഈ ഒരു നിയമനം നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഏത് വകുപ്പിലാണ്? വാണിജ്യ വകുപ്പ് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്. രാജേഷ് അഗ്രവാൾ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്.
ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി ഏതെന്നാണ്. ഓർത്തുവെക്കാം, മാനവീയം വീതിയാണ്. എന്താണ്? മാനവീയം വീതിയാണ് ഈ ഒരു മേന്മ കൈവരിച്ചിരിക്കുന്നത്. എന്താണ്? കേരളത്തിലെ തന്നെ ആദ്യത്തെ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴിയായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം എവിടെയാണ് മാനവീയം വീതി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കുറേ വട്ടം പത്രങ്ങളിലൊക്കെ കണ്ടതാണ്. തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് മാനവീയം വീതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സർക്കാർ ഇങ്ങനെ ഡെവലപ്മെന്റ് ഒക്കെ ഓരോന്നോരോന്നെ മാനവീയം വീതിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എന്താണ് ആദ്യ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴിയായിട്ട് മാറിയിരിക്കുകയാണ് മാനവീയം വീതി. അപ്പോൾ ഏത് ജില്ലയിലാണ് മാനവീയം വീതി സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ മറ്റൊരു മേന്മ കൂടി കൈവരിച്ചിരിക്കുന്നത് എന്താണ്? കേരളത്തിൽ തന്നെ ആദ്യത്തെ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴിയായിട്ട് മാറിയിരിക്കുകയാണ് മാനവീയം വീതി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് നമ്മൾ നോക്കുന്നത്. 2024 മുണ്ടശ്ശേരി മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരമാണ്. അപ്പോൾ 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. NS മാധവനാണ്. ആരാണ്? NS മാധവനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർത്തു വെക്കുക, ഏത് വർഷത്തെയാണ്? 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരമാണ്. അനൗൺസ് ചെയ്തത് 2025 ഓർത്ത് വെക്കുക. ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണ്? NS മാധവനാണ്. ഇനി പുരസ്കാരം ഏർപ്പെടുത്തുന്നത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണിത്. 50,000 രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക. ഇനി നമുക്ക് NS മാധവനിലേക്ക് വരാം. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മറ്റൊരു പുരസ്കാരം കൂടി നമുക്ക് നോക്കാം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് NS മാധവനാണ്. ആർക്കാണ്? NS മാധവനാണ്. എന്താണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് 2004 എന്താണ് കേരള സാഹിത്യ അക്കാദമി നോവൽ വിഭാഗത്തിലെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏത് നോവലിനാണ് അദ്ദേഹത്തിന് ആ ഒരു പുരസ്കാരം ലഭിച്ചത്? ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നുള്ള രചനയിലൂടെയാണ്, ആ ഒരു നോവലിലൂടെയാണ് 2004 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ നോവൽ വിഭാഗം പുരസ്കാരം ലഭിച്ചത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് 1995 കേരള സാഹിത്യ അക്കാദമിയുടെ ചെറുകഥാ വിഭാഗം പുരസ്കാരം ലഭിച്ചിരുന്നു. ആ പുരസ്കാരം നേടിക്കൊടുത്ത ചെറുകഥ ഏതാണ്? ഹിഗ്വിറ്റ എന്നുള്ള ചെറുകഥയിലൂടെയാണ് 1995 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി ചെറുകഥാ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഈ ഒരു 3 പുരസ്കാരങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രചനകൾ നമ്മൾ പറഞ്ഞു. എന്താണ്? ഈ ഒരു 2004 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനികൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോവലാണ്. അതേപോലെ ഹിഗ്വിറ്റ, പിന്നെ ഭീമച്ചൻ, അതേപോലെ തന്നെ വൻമരം വീഴുമ്പോൾ, ഇനി പുറം മറുപുറം, അതേപോലെ പര്യായ കഥകൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രചനകളാണ്. അപ്പോൾ നമ്മൾ നോക്കിയത് അവാർഡ് ഏതാണ്? 2024 ഒരു അവാർഡായിരുന്നു. 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരമാണ്. ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണ്? NS മാധവനാണ്. ഇനി ഒരു ആപ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ആപ്പിന്റെ പേര് ഇതാണ്, അറട്ടൈ. എന്താണ്? അറട്ടൈ എന്നുള്ള ആപ്പാണ്. അപ്പോൾ ആപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. തമിഴ്നാട്ടിലെ സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ച ഒരു ചാറ്റിംഗ് ആപ്പാണിത് എന്നാണ്. തമിഴ്നാട്ടിലെ സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ച ഒരു ചാറ്റിംഗ് ആപ്പാണ് എന്താണ് അറട്ടൈ എന്നുള്ള ഈ ഒരു ആപ്പ്. അപ്പോൾ ഈ ഒരു വേർഡ് അറട്ടൈ എന്നുള്ള ഈ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു തമിഴ് വേർഡാണ്. അറട്ടൈ എന്നാൽ തമിഴിൽ അർത്ഥം വരുന്നത്, അതിന്റെ അർത്ഥം വരുന്നത് ഈ ചാറ്റ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ് കളിതമാശയായിട്ട് പറയുന്ന അയക്കുന്ന മെസ്സേജുകൾ എന്നാണ് അറട്ടൈ എന്നുള്ള വാക്കിന് അർത്ഥം വരുന്നത്. അപ്പോൾ ഇത് വികസിപ്പിച്ചിരിക്കുന്നത് സോഹോ കോർപ്പറേഷൻ ആണ്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് സോഹോ. അപ്പോൾ ആ സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ച ഒരു ചാറ്റിംഗ് ആപ്പാണിത്. നമ്മുടെ വാട്സപ്പ് പോലെയുള്ള വാട്സപ്പിന്റെ ഒരുമാതിരി ഫീച്ചേഴ്സ് എല്ലാം എന്താണ് ഇതിലുണ്ട്. മെസ്സേജ് അയക്കാം, അതേപോലെ വീഡിയോ കോൾ ചെയ്യാം, വോയിസ് കോൾ ചെയ്യാം, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു ആപ്പിലുണ്ട്. അടുത്തിടെയായിട്ട് ഇന്ത്യയിലെ പല പ്രശസ്തരും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്തതിലൂടെ ആപ്പിന്റെ ആ ഒരു എന്താണ് ആക്സസിബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ പോപ്പുലാരിറ്റി ഇപ്പോൾ കൂടി വന്നിരിക്കുകയാണ്. ഇനി ഭാവി കാലത്ത് നമ്മുടെ വാട്സപ്പിനെക്കാളും വെല്ലുന്ന രീതിയിൽ ഈ ഒരു ആപ്പ് ആളുകൾ ഉപയോഗിച്ചു തുടങ്ങുമോ എന്നുള്ള ഒരു ചർച്ച തന്നെ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ആപ്പിന്റെ പേര് ഒന്ന് ഓർത്തു വെക്കുക, അറട്ടൈ എന്നുള്ളതാണ്. എന്താണ്? അറട്ടൈ എന്നുള്ള ഈ ഒരു ആപ്പാണ്. ഈ ഒരു ചാറ്റിംഗ് ആപ്പ് വികസിപ്പിച്ചത് സോഹോ കോർപ്പറേഷൻ ആണ്. തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സോഹോ കോർപ്പറേഷൻ. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, $500 ബില്യൺ ആസ്തി നേടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി
ആരെന്നാണ് ഓർത്തു വെക്കാം. എലോൺ മസ്ക് ആണ്. ആരാണ്? എലോൺ മസ്ക് ആണ്. എന്താണെന്ന് ഓർത്തു വെക്കുക, 500 ബില്യൺ ഡോളർ ആസ്തി നേടുന്ന ലോകത്തിൽ തന്നെ ആദ്യ വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ഫോബ്സ് ആണ്. എന്താണ്? ഫോബ്സിന്റെ റിപ്പോർട്ട് പ്രകാരമാണ്. എന്താണ്? 500 ബില്യൺ ഡോളർ ആസ്തി നേടുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയായി മാറിയിരിക്കുന്നത് ആരാണ്? എലോൺ മസ്ക് ആണെന്ന് ഓർത്തു വെക്കുക. വീണ്ടും ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻസ് വേൾഡ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ്. എന്ത് റിപ്പോർട്ടാണ്? ടോപ്പ് 100 എക്സ്പാറ്റ് ലീഡേഴ്സ് ഇൻ ദ UAE എന്നുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണെന്നാണ് നോക്കുന്നത്. ആരാണ്? MA യൂസഫ് അലി ആണ്. എന്താണ്? MA യൂസഫ് അലി എന്നുള്ള മലയാളിയാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, എന്താണ്? UAEയിലാണ്. UAEയുടെ സാമ്പത്തിക സാമൂഹിക മേഖലയെ സ്വാധീനിച്ചിട്ടുള്ള പ്രവാസികളുടെ ലിസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലാണ് ഒന്നാമതായിട്ട് ആര് വന്നിരിക്കുന്നത്? MA യൂസഫ് അലി വന്നിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തിറക്കിയത് ഫിനാൻസ് വേൾഡ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ഇതിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഭാട്ടിയ ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള അജയ് ഭാട്ടിയയാണ്. ആരാണ്? അജയ് ഭാട്ടിയയാണ് ഈ ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത്. അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ഒരു മലയാളിയാണെന്ന് ഓർത്തു വെക്കുക. ആരാണ്? MA യൂസഫ് അലിയാണ്. അടുത്തതൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. IAEAയുടെ 69ാമത് പൊതുസമ്മേളനത്തിന്റെ വേദി. 2025 നടക്കുന്ന ഈ ഒരു പൊതുസമ്മേളനത്തിന്റെ വേദി എവിടെയെന്നാണ്? വിയന്നയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എവിടെയാണ്? വിയന്നയിൽ വെച്ചാണ് നടക്കുന്നത്. ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ചിട്ടാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. എന്താണ് IAEയുടെ പൂർണ്ണരൂപം എന്ന് നമുക്കറിയാം. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ആണ്. അപ്പോൾ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ 69ാമത് പൊതുസമ്മേളനം 2025 നടക്കുന്നത്. വിയന്നയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓസ്ട്രേലിയയിലെ വിയന്നയിൽ വെച്ചിട്ടാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. വീണ്ടും ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. 11ാമത് ഏഷ്യൻ അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 വേദി എവിടെയെന്നാണ് ഓർത്തു വെക്കാം. അഹമ്മദാബാദിൽ വെച്ചാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. എന്താണ്? അഹമ്മദാബാദിൽ വെച്ചാണ് നടക്കുന്നത്. 11ാമത് എഡിഷൻ ആണെന്ന് ഓർത്തു വെക്കുക. ഏഷ്യൻ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ 11ാമത് എഡിഷനാണ് 2025 നടക്കുന്നത്. വേദി എവിടെയാണ്? അഹമ്മദാബാദിലാണ് നടക്കുന്നത്. അടുത്തതൊരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത്. 2025 ഒക്ടോബറിൽ അന്തരിച്ച ഇന്ത്യൻ എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ വ്യക്തി ആരെന്നാണ് ഓർത്തു വെക്കാം. TJS ജോർജ് ആണ്. ആരാണ്? TJS ജോർജ് ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഒരു എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഒരു ജീവചരിത്രകാരനുമായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു പ്രധാന അവാർഡ് നമുക്ക് നോക്കാം. 2011 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരുന്നു. എന്താണ്? 2011 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരുന്നു. 2011 പത്മഭൂഷൺ ലഭിച്ചത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ആരാണ് ആ വ്യക്തി എന്ന് ഓർത്തു വെക്കുക. TJS ജോർജ് ആണ്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന് നമ്മൾ പറഞ്ഞു. 1/4 നൂറ്റാണ്ടോളമാണ് അദ്ദേഹം ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള ഒരു കോളം എഴുതിയിരുന്നത്. നൗ ഈസ് ദ ടൈം ടു സേ ഗുഡ് ബൈ എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് അദ്ദേഹം ഈ ഒരു കോളത്തിന്റെ അവസാന ലക്കം എഴുതിയിരുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു അവസാന ലക്കം എഴുതിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സജീവ പത്രപ്രവർത്തനം അദ്ദേഹം അവസാനിപ്പിച്ചത്. അദ്ദേഹം തന്റെ പത്രപ്രവർത്തക ജീവിതത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിന്റെ പേര് ഘോഷയാത്ര എന്നുള്ളതാണ്. എന്താണ്? ഘോഷയാത്ര എന്നുള്ള പുസ്തകമാണ്. അതേപോലെ VK കൃഷ്ണമേനോൻ, MS സുബലക്ഷ്മി തുടങ്ങിയവരുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തു വെക്കുക, TJS ജോർജ് ആണ് അന്തരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു, ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു, അതേപോലെ ഒരു ജീവചരിത്രകാരനുമായിരുന്നു. ഇനി വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LDC റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളും അതേപോലെ ന്യൂ SCRT NCRT പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. പലരും കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു SCRT NCRT പാഠഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ PQസും ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ബുക്കിൽ. അപ്പോൾ ഉടൻ തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ബുക്ക് സ്വന്തമാക്കൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നും കൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് കുറച്ച് അപ്പോയിന്റ്മെന്റുകളായിരുന്നു. 2025 ഒക്ടോബറിൽ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി ചുമതല ഏൽക്കുന്നത് ആരെന്നാണ് നമ്മൾ ആദ്യം നോക്കിയത്. ആരാണെന്ന് ഓർത്ത് വെക്കുക. ശിരീഷ് ചന്ദ്ര മുർമു ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാവുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് 2025 IPCയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്. ആൻഡ്രൂ പാഴ്സൺസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്താണ്? ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടാണ് വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ അപ്പോയിന്റ്മെന്റ് ഇതായിരുന്നു. 2025 ഒക്ടോബറിൽ വാണിജ്യ വകുപ്പ് സെക്രട്ടറിയായി നിയമിതനായത് ആരെന്നാണ്. രാജേഷ് അഗ്രവാൾ ആണ് വാണിജ്യ വകുപ്പ് സെക്രട്ടറിയായി അടുത്തിടെ നിയമിതനായത്. പിന്നെ നമ്മൾ നോക്കിയത് കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി ഏതെന്നാണ്.
ഏതെന്നാണ്? ഓർത്തു വെക്കുക, മാനവീയം വീതിയാണ്, തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പുരസ്കാരമാണ് നമ്മൾ നോക്കിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുരസ്കാരമാണ്. 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരമാണ്. പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവനാണ്. ആരാണ്? NS മാധവനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതും NS മാധവനായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ തമിഴ്നാട്ടിലെ സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ച ചാറ്റിംഗ് ആപ്പ് ഏതെന്നാണ്? അപ്പോൾ അരട്ടെ എന്നുള്ള ഒരു ചാറ്റിംഗ് ആപ്പാണ്. നമ്മുടെ വാട്സപ്പ് പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചാറ്റിംഗ് ആപ്പാണിത്. അപ്പോൾ സോഹോ കോർപ്പറേഷൻ ആണ് ഈ ഒരു ചാറ്റിംഗ് ആപ്പ് വികസിപ്പിച്ചത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ശേഷം നമ്മൾ നോക്കിയത് എലോൺ മസ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. $500 ബില്യൺ ആസ്തി നേടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി ആരാണ്? ഓർത്തു വെക്കുക, എലോൺ മസ്ക് ആണ്. ഫോബ്സ് ആണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയതും ഒരു റിപ്പോർട്ടായിരുന്നു. ഫിനാൻസ് വേൾഡ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ്. റിപ്പോർട്ടിൽ പറയുന്നത് ടോപ്പ് 100 എക്സ്പാറ്റ് ലീഡേഴ്സ് ഇൻ ദി UAE ആണ്. അപ്പോൾ ഈ ഒരു പട്ടികയിൽ ഒന്നാമതുള്ളത് ആരാണ്? ഒരു മലയാളിയാണ്, MA യൂസഫലി ആണ്. എന്താണ്? ടോപ്പ് 100 എക്സ്പാറ്റ്. ഓർത്തു വെക്കുക, എക്സ്പാറ്റ് ലീഡേഴ്സ് ഇൻ ദി UAE എന്നുള്ള പട്ടികയാണ്. പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ആരാണ്? MA യൂസഫലി ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു. IAEAയുടെ 69ാമത് പൊതുസമ്മേളനം 2025 വേദി എവിടെയെന്നാണ്? ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ചിട്ടാണ് ഈ ഒരു പൊതുസമ്മേളനം നടന്നത്. അത് കഴിഞ്ഞിട്ട് 11ാമത് ഏഷ്യൻ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി നോക്കി അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരങ്ങൾ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു വിയോഗമായിരുന്നു നമ്മൾ നോക്കിയത്. ഒരു എഴുത്തുകാരും അതേപോലെ മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അന്തരിച്ചത്. ആരാണെന്ന് ഓർത്തു വെക്കുക, TJS ജോർജ് ആണ്. അപ്പോൾ ഓർത്തു വെക്കുക, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, മാധ്യമ പ്രവർത്തകനാണ്. 2011 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: അടുത്തിടെ ഇന്ത്യയിൽ നിന്നും യുനെസ്കോ ബയോസ്ഫിയർ റിസർവുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ബയോസ്ഫിയർ റിസർവ് ഏതെന്നാണ്? ഓപ്ഷൻ എ നീലഗിരി, ഓപ്ഷൻ ബി കോൾഡ് ഡെസേർട്ട്, ഓപ്ഷൻ സി അഗസ്ത്യവനം, ഓപ്ഷൻ ഡി മൂന്നാർ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകളായ ഗോകുൽ റിസർവോയർ അതേപോലെ ഉദയ്പൂർ തടാകം എന്നിവ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: വനിതാ പ്രീമിയർ ലീഗിന്റെ ആദ്യ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ്? ഓർത്തു വെക്കുക, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ജയേഷ് ജോർജ് ആണ് വനിതാ പ്രീമിയർ ലീഗിന്റെ ആദ്യ ചെയർമാനായി അടുത്തിടെ നിയമിതനായത്. അത് കഴിഞ്ഞിട്ട് നോക്കിയ ചോദ്യം ഇതായിരുന്നു: 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത് ആരെന്നാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇന്ത്യയാണ് ജേതാക്കളായത്. ആരാണ് റണ്ണറപ്പ് ആയത്? പാകിസ്ഥാനാണ് ഈ ഒരു മത്സരത്തിൽ റണ്ണറപ്പ് ആയത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.